ഹലോ ഗൈസ്, വെൽക്കം ടു അനദർ ഫ്ലാഷ് വ്ലോഗ്. നമ്മൾ രാവിലെ റെഡി ആയിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഞാൻ ഇത്രയും വർഷങ്ങൾക്ക് ശേഷമാണ് കണ്ണാടി വെച്ചിരിക്കുന്നത്, സൺഗ്ലാസ്. അവസാനം നമ്മൾ വർസാച്ചി തന്നെ എടുത്ത് ഗൈസ്. വർസാച്ചി റെയ്ബാനും എടുത്തു. റെയ്ബാൻ കുറച്ച് ഇത്തിരി ജൈജാൻറ്റിക് ആയതുകൊണ്ട് ഇങ്ങനത്തെ അടിപൊളി കണ്ണാടിയത്. ജനറൽ കാര്യങ്ങൾക്ക് പോകുമ്പോൾ വെച്ചോണ്ടിറങ്ങിയ ആൾക്കാർ പേടിച്ചു പോകും. പക്ഷെ സാധനം കൊള്ളാം. അങ്ങനെ എൻ്റെ കൂടെ കോൾ മീ ഷസാമും ഉണ്ട്. എൻ്റെ എഡ്ജിൻ്റെ വീഡിയോ കൊള്ളായിരുന്നു അല്ലേ? ഞാൻ കണ്ടില്ല, രസമുണ്ട്. നമ്മൾ ഇന്ന് എങ്ങോട്ടാണ് പോണത്? ഫ്രഞ്ച് ടോസ്റ്റിലാണ് ആദ്യം പോണത് ഗൈസ്. അവിടെ നമ്മൾ സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്. ഒരു ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട് ഗൈസ്. ആ സ്പെഷ്യൽ ഗസ്റ്റ് പിന്നെ അല്ല വരാതെ വന്നില്ലെങ്കിൽ ഉണ്ടല്ലോ. അപ്പം എന്താ സംഭവിച്ചത്? ആ സ്പെഷ്യൽ ഗസ്റ്റിനെ നിങ്ങൾക്കും കാണാം. അപ്പം ദ തിങ് ഈസ്, അത് ഒരാൾക്കുള്ള സർപ്രൈസ് ആണ്. ആ സ്പെഷ്യൽ ഗസ്റ്റേ സർപ്രൈസ്, വേറൊരാൾക്കുള്ള ഒരു സർപ്രൈസ് ആണ് ആ സ്പെഷ്യൽ ഗസ്റ്റ്. അപ്പൊ അങ്ങനത്തെ ഒരു സെറ്റപ്പാണ്. അപ്പൊ എന്തായാലും ഇതിന്റെയൊക്കെ ചുരുള അഴിയും നമ്മൾ അവിടെ എത്തുമ്പം. അപ്പം ലെറ്റ്സ് സീ ഗൈസ്. നമ്മൾ ഫ്രഞ്ച് ടോസ്റ്റിൽ പോയിട്ട് പിന്നെ എന്താണ് സംഭവിക്കുന്നതെന്ന് നിങ്ങൾക്ക് നേരിട്ട് കാണാം. ബൈ ഗൈസ്. നമ്മൾ ഫ്രഞ്ച് ടോസ്റ്റിൽ വന്നതും ആദ്യം കണി കാണുന്ന സാധനം എന്താണെന്നുണ്ടോ? അതിന്റെ ലൈറ്റ് അടിക്കുമ്പോഴുള്ള ഒരു സംഭവം പൊളി സീന് ഗൈസ്. ഓ വാവ്, ഇടൂ. ഹലോ, എല്ലാവരും വന്നിട്ടുണ്ട്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നലെ ദുരന്തർ? ഐ ടോൾഡ് യു. സൂപ്പർ അല്ലേ? അയ്യോ, അത് തിയേറ്ററിലേക്ക് ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞില്ലേ, വേസ്റ്റ് ആണ്. OTT-ല് അടിച്ചു കളയോ എല്ലാം. കിട്ടൂല. അല്ല, മറ്റേ പാട്ട് പ്ലേസ് ചെയ്തേക്കണതേ, മറ്റേ ഹനുമാൻ കഴിഞ്ഞ. ഓ മോനെ, അതൊരു സംഭവമായിരുന്നു. ദുരന്തർ ഭയങ്കര ഓർഡർ അതും ആ ഇരുന്നു. ഇതാണ് ആള്. അയ്യാ, What's the name again? മെഹന്തി. Mehendi. What happened? Is she okay? ഭയങ്കര ഫാന. ഇതിനു വേണ്ടിയാണ് നമ്മൾ വന്നത്. സന്തോഷമായി. നിങ്ങൾക്ക് എന്നെ ഓർമ്മയുണ്ടാടേ? അങ്ങനെ ഫൈനലി ആഫ്റ്റർ സോ ലോങ് ഇത് എന്റെ ഫ്ലാഷ്. കോൾ മീ ഫ്ലാഷ്. ഇരുന്നോളൂ. എന്റെ ദൈവമേ, ഇത് ഞാൻ മിസ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. ആ, കൊറേ നാളായി. സത്യം പേടിച്ചു മാറിയിരിക്കുന്നത്. ഭയങ്കര മറ്റേ ഈ ഇതിനു വേണ്ടി പോസ്റ്റ് ട്രക്ക് എന്നൊക്കെ പറയില്ലേ. ഇന്ന് നിന്റെ ഓഫ് ഡേ ആയിരുന്നു. അതായത് Sunday is like ലുലു ഹൈപ്പർ മാർക്കറ്റിൽ എപ്പം പോകുന്ന ലുലുവിൽ പോണോന്ന് പറഞ്ഞോണ്ടിരിക്കുക. അവിടെയാണ് ഷോപ്പിംഗ്. so How was New Year? ഞാൻ വീട്ടിൽ കിടന്നുറങ്ങി. ഗോയ എല്ലാരും എന്റെ ഫ്രഞ്ച് ടോസ്റ്റ് വന്നിരിക്കുകയാണ്. ക്ലാസിക് ഫ്രഞ്ച് ടോസ്റ്റ് ഫാനാണ് ഞാൻ. പാളി അവർക്കൊന്നും കൊടുക്കുന്നില്ല, ഞാൻ തന്നെ തിന്നാം. ഓ മൈ ഗോഡ്, അവളിപ്പോഴും പ്രോസസ് ചെയ്തോണ്ടിരിക്കുകയാണ്. ഡയറ്റ് വേണമെന്നുണ്ട് സനീരെ ഫുഡ് ബ്ലോഗിൽ. ഗൈസ്, ഫ്രഞ്ച് ടോസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ ക്ലാസിക് ഫ്രഞ്ച് ടോസ്റ്റ് ആണ് എന്റെ ഫേവറേറ്റ് സാധനം. നൈസ്, യമ്മി, സൂപ്പർ ഗൈസ്. ഇതെന്റെ ഫേവറേറ്റ് സാധനം. ഡയറ്റ് ചെയ്യുന്നതുകൊണ്ട് ഞാൻ പിന്നെ ചോദിക്കുന്നില്ല ടേസ്റ്റ് ചെയ്യുന്നതിന് ടേസ്റ്റ്. പാളി ഞാനായിട്ട് എന്തിനു ചെയ്തായിരുന്നു അല്ലേ? കഴിച്ചോ എന്നാ? എന്നാ കഴിച്ചോ. ഫ്രൂട്ട്സ് കഴിച്ചോ. ഞാനും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പിന്റെ കഥ പക്ഷെ ഇല്ല, നിന്റെ വായിന്നാണെങ്കിൽ പറഞ്ഞോ. സനു പറഞ്ഞോ. 2010 അല്ലേ? 2010. അതെ, എനിക്ക് ഫസ്റ്റ് ഷോട്ട് നമ്മള് സുഹേറുമായിട്ട് നിന്റെ വീട്ടിലായിരുന്നു. എന്നിട്ട് റേച്ചലിനെ വിളിക്കാൻ എയർപോർട്ടിൽ പോകുന്ന വഴിക്ക് നമ്മളൊരു മരത്തിന്റെ സൈഡിൽ നിന്നിട്ട് എടുത്തു തുടങ്ങിയ ബന്ധമാണ്. അന്തകാലം. പിന്നെ കുറെ ഫോട്ടോഷൂട്ട്സ് ചെയ്ത് ബിഗ് ബോസിൽ പോകുന്നവരാ. അത് കഴിഞ്ഞിട്ട് പിന്നെ നിന്റെ മെർച്ച് ലോഞ്ച് ചെയ്തപ്പം ആ സമയത്ത് തന്നെ ചെയ്തത്. പിന്നെ ഫുൾ മെർച്ചിന്റെ ഷൂട്ട് എങ്ങനെയാ ചെയ്തത്? അത് ചെയ്തിട്ടാണ് പിന്നെ പേളി ബിസിയായി. അവനും ബിസിയായി. ഞാൻ ബിസി ഒന്നും അല്ല ഗൈസ്. ഞാൻ വളരെ നോർമൽ ലൈഫ്. എനിക്ക് ബിസി എന്ന് പറയുമ്പോൾ തന്നെ പേടിയാണ് ആ സംഭവം. ബിസി എന്ന് പറയാൻ പേടിയാണ്. സനുയുടെ ഒരു പ്രശ്നവും ഞാൻ പറഞ്ഞുതരാം. അയ്യോ, ഫോട്ടോ എടുത്താ അത് തരത്തില്ല.
നമ്മൾ പുറകെ അവനെ വിളിക്കാത്തത്. ആർക്ക് കൊടുത്തില്ലെങ്കിലും ഞാൻ പറയട്ടെ, ആർക്ക് കൊടുത്തില്ലെങ്കിലും ഒരു ഫോട്ടോ എടുക്കും. നമ്മൾ എന്തിനാ അത് എടുക്കുന്നത്? നമുക്കത് കിട്ടാൻ 3 മാസം കഴിഞ്ഞിട്ട് വിളിക്കുമ്പോൾ പറയും, ഹലോ ഞാൻ ഒരു ഫോട്ടോ എഡിറ്റ് ചെയ്തു. ഹീസ് വെരി ഫ്ലാഷ് എന്ന് പേരേ ഉള്ളൂ, ഭയങ്കര സ്ലോ ആ. ഞാൻ സത്യം പറഞ്ഞാൽ അങ്ങനെയാണ്. ഞാൻ വേറെ ആർക്കും അങ്ങനെ കൊടുത്തില്ലെങ്കിലും ഫോട്ടോഷൂട്ട് കഴിയും. ഫോട്ടോഷൂട്ട് കഴിയും. അടുത്ത അന്ന് വൈകുന്നേരം ആകുമ്പോൾ ഒരാൾ വിളിക്കും, എടാ ആ ഫോട്ടോ എഡിറ്റ് ചെയ്ത് തുടങ്ങിയോ, എന്റെ സ്വഭാവം വെച്ച് അറിയാം. അന്ന് എടുത്ത ഫോട്ടോ ഇതുവരെ അയച്ചിട്ടില്ല. ഏത് ഫോട്ടോ? അവന് ഓർമ്മ പോലും ഇല്ല. നിന്റെ എല്ലാ ഫോട്ടോ ഞാൻ നിനക്ക് തന്നിട്ടുണ്ട്. ചുമ്മാ നമ്പർ ഇറക്കില്ല. നെല്ലിയാമ്പതിയല്ലോ അമ്പി. പിന്നല്ല FWD കവർ ഓർമ്മയുണ്ടാ? അമ്പിയിൽ പോയ ഓർമ്മയുണ്ടാ? അതെ 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 വേറെ മരം. നമ്മള് ഫുള്ള് അഡ്വഞ്ചറസ് ഷൂട്ട്സ് ഒക്കെ ആയിരുന്നു. ലോങ് ബാക്ക് ക്രൈസ്ലർ രാജഗിരിയിലോ ഈ ഫോട്ടോസ് അല്ല നീ പറയണേ. ആ ഇതന്നെ. ഇതേതോ ഈ സ്ഥലമൊന്നും ഒരു മനുഷ്യനെ അറിഞ്ഞൂടാ. ഈ ഫോട്ടോസ് ഇത് നമ്മള് പുള്ളിക്കാരി ഒരു ബ്ലോഗ് ചെയ്തായിരുന്നു. ആ സമയത്ത് ഒരു ബ്ലോഗ് ഉണ്ടായിരുന്നു. അടിപൊളി ഫോട്ടോ അല്ലേ? സൂപ്പർ. എന്നിട്ട് അവിടെ ആനേരെയും പുലിയൊക്കെ ഇറങ്ങിയ സ്ഥലങ്ങളാണ് ഇതൊക്കെ നമ്മൾ പോയി ഫോട്ടോ എടുത്തത്. ഏതൊരു കാട്ടിലൊക്കെ ഇറങ്ങിയത്. എന്നിട്ട് കോമഡി ആയിരുന്നു. ഇവിടെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഇറങ്ങിയിട്ട് എന്റെ പറയുന്നത് ഒരു പുലിയുടെ പേളി പറയുന്നത് പുലിയുടെ മണം വന്നേ. ഞാൻ പുലിയുടെ മണം എങ്ങനെ അറിയാം? അപ്പം ആണോ അങ്ങനെയൊക്കെ ഉണ്ടോ? എനിക്കറിഞ്ഞൂടാ ഏട്ടാ. അല്ല ഗൈസ്, എന്നിട്ട് പുലിയുടെ മണം എന്ന് പറഞ്ഞിട്ട് പുലിയുടെ മണത്തിലൊരു പെർഫ്യൂം എടുക്കണം. അപ്പൊ നീ അയ്യോ കൈയൊക്കെ ഏറില്ല. ഇപ്പൊ ബാസിലിയോടോസി പോലെ. എന്നിട്ട് പറഞ്ഞേട്ടാ പുലിയുടെ മണം എന്ന് പറഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോ കുറെ നാട്ടുകാർ മോളിൽ കൂടെ ആയിരുന്നു. അവര് പറഞ്ഞു ഇവിടെ ഇറങ്ങില്ലേ 2 ദിവസം മുമ്പ് ഇവിടെ പുലി ഇറങ്ങിയാണ്. അപ്പൊ എനിക്ക് മനസ്സിലായതാ സ്പെഷ്യലിസ്റ്റ് ആണ് പുലി. ഒരു പുലി ആ വഴി പോയാൽ എന്റെ സെൻസ്. ഓ വേളി എന്തിലൊക്കെ റിസർച്ച് ചെയ്തേക്കുന്നത് നോക്കിയാ ഗൈസ്, വേറെ ലെവലാണ് കേട്ടോ. ഒരു കോൾഡ് പിടിച്ച ആട് ദൈവമേ കളി വേറെ ലെവല്. വേറെ ലെവല് കേട്ടാ. എനിക്കറിഞ്ഞൂടാ. അത് പുള്ളിക്കാരിയുടെ കാണും. എല്ലാം ഞാൻ കൊടുത്തിട്ടുണ്ട്. അത് ലൈവായിട്ട് ആ ഇന്റർവ്യൂ ലൈവായിട്ട് കാണാൻ യോഗം കിട്ടിയ ഒരാളാണ് ഞാൻ. അതിന്റെ ഫോട്ടോസ് ഒക്കെ എടുത്തത് ഞാനാണ്. അത് മമ്മൂക്കായും ശ്രീനീച്ചേട്ടനുമായിട്ടുള്ള ഏത് മഴവില്ലായിരുന്നു അത്, മനോരമ. അപ്പൊ ഞാനിങ്ങനെ ഓടി. ഒന്നാമത്തെ കാര്യം മമ്മൂക്കയെ കാണാൻ പറ്റും. ഞാൻ സെൽഫി ഒന്നും എടുക്കൂല. ഇവൻ ഞാൻ ആരുടെ മിണ്ടാറ് പോലും ഇല്ല. അപ്പഴാണ് ഞാൻ പറഞ്ഞേ എന്റെ ഇൻട്രോവേർട്ട് പ്രോ മാക്സ് ഫേസ് കണ്ടിട്ടുള്ള ഒരാളാണ്. ഞാൻ സെൽഫി പോലും എടുക്കാറില്ല ആരുമായിട്ട്. നമ്മളായിട്ടുള്ള സെൽഫി തന്നെ ഇത്ര വളരെ കുറവല്ലേ. ഞാൻ സത്യം പറഞ്ഞാൽ ആരുമായിട്ടും എടുക്കാറില്ല. ലൈക്ക് ഭയങ്കര കുറവാ ഗൈസ്. എനിക്ക് ആ ഇൻട്രോവേർട്ട് ഇപ്പഴാണ് സത്യം പറഞ്ഞാൽ ഞാൻ ബ്ലോഗ് എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങിയത്. അത് ഞാൻ ഇവരൊക്കെ ഒന്ന് നിന്റെ എല്ലാം മൂപ്പാണ് കിടക്കുന്നത്. എനിക്ക് സ്ട്രാപ്പ് വേണം. കുറച്ച് നാളായി. അല്ലല്ല എന്റെ പഴയതാ 3 ആണ്. എന്റെ പുതിയതായി എന്നാ വാങ്ങിച്ചോ ദുബായിൽ നിന്ന്. ഓ ഫസ്റ്റ് ലാസ്റ്റ് സപ്പറാണ്. സോറി കുറച്ച് നാളായിട്ട്. ഓ ഓക്കെ വെയിറ്റ്. ഗൈസ് ഇത് നല്ല പവറുള്ള വണ്ടിയാണ്. പണ്ടാരടങ്ങാൻ എനിക്കിത് കുറെ നാൾക്ക് ശേഷം ബൈക്ക് ഓടിച്ചോണ്ട് നല്ല സ്റ്റാർട്ടിങ് ട്രബിൾ. ബൈ ബോളി, കാണാവേ. ടാറ്റാ.
ആ എവിടെ 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 ആനന്ദ കണ്ണീർ എവിടെ? ഇതൊക്കെയാണ് വ്ളോഗിൽ വേണ്ടത്. നമ്മൾ ഫ്രഞ്ച് ടോസ്റ്റിൽ നിന്ന് ഇറങ്ങിയിരിക്കുകയാണ്. ഇവിടെ നിന്ന് ഇനി നേരെ കാർത്തിയാനിയിലോട്ട് പോയി സീ ഫുഡ് അടിക്കാനുള്ള പരിപാടി. കാർത്തിയാനിയിൽ പോയി സ്കൈലൈൻ GTR. ഇവിടെയാണ് ചിക്കിങ്. ഈ ചിക്കിങ്ങിലാണ് വാള് വീശിയത് ഗൈസ്. സീന് ഫാസ്റ്റ് ആൻഡ് ദ ഫ്യൂരിയസ് അടി പൊട്ടിച്ചൊക്കെ പോകുന്നു. അങ്ങനെ ഗൈസ് നമ്മൾ കാർത്തിയാനിയിലോട്ട് പോവുകയാണ് സീ ഫുഡ് അടിക്കാൻ. ഇവിടെ മുമ്പ് പാർക്കിംഗ് ഒക്കെ ഭയങ്കര ശോകമായിരുന്നു, പക്ഷേ ഇപ്പം ഇവർക്ക് സെപ്പറേറ്റ് പാർക്കിംഗ് സ്പേസ് കിട്ടിയിട്ടുണ്ട്. സോ ഗൈസ് ഇനി നിങ്ങൾക്ക് കാർത്തിയാനി പണ്ട് വരുമ്പോൾ പാർക്കിങ്ങിൻ്റെ പേടിയായെന്നുണ്ടെങ്കിൽ ഇനി അത് വേണ്ട. ദേ ഹാവ് പാർക്കിംഗ് നൗ. സോ എന്തായാലും അകത്ത് കയറിയിട്ട് വരാം ഗൈസ്. ബൈ. ഇതാണ് കാർത്തിയാനിയിലെ തിരക്ക്. എൻ്റെ പൊന്നോ എപ്പോൾ സീറ്റ് കിട്ടുമെന്നൊന്നും ഒരു പിടിയില്ല ഗൈസ്. പക്ഷേ ലെറ്റ് സീ കിട്ടിയാൽ കയറാം. ബൈ. അങ്ങനെ ഗൈസ് നമുക്ക് സീറ്റ് കിട്ടിയിരിക്കുകയാണ്. കാർത്തിയാനിയിൽ ഒരു 2 മണിക്കൂർ എടുത്തു സീറ്റ് കിട്ടാനായിട്ട്. എന്തായാലും ഫുഡ് നല്ലതായിരിക്കും എന്ന് പ്രതീക്ഷയിൽ വെയിറ്റ് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല. സോ ലെറ്റ് സീ ഗൈസ് കയറിയിട്ട് വരാം. ഐറ്റംസ് വന്നിരിക്കുകയാണ്. ഇതാണ് ചെറിയ മീൻ എന്ന് പറഞ്ഞ കാന്താരി ഫിഷ്. അതാണ് നെമ്മീൻ. അത് 2 ഉണ്ടാവുമല്ലോ. ഓ എൻ്റെ അമ്മ ക്വാണ്ടിറ്റി. ഇതാണ് ടൈഗർ പ്രോൺസ്. ഇത് നിന്റെ നെമ്മീൻ, അത് അവന്റെ നെമ്മീൻ. ഇത് എല്ലാവരും കൂടെ തിന്നാനുള്ള മീൻ. ഒന്നും തൊടല്ലേ. ഓ സെറ്റപ്പ് നൈസ്. ഇല്ലല്ലോ എനിക്ക് ചമ്മന്തി ഇവരുടെ ഒരു പ്രത്യേക തരം പ്രസന്റേഷൻ ആണ്. ഒരാൾക്ക് അത്രയും മതി. എല്ലാ സാധനവും അലർജിയുള്ള സാധനങ്ങൾ മാത്രം വേണ്ട. കപ്പുണ്ടല്ലോ അതിൽ. ഓ നമ്മൾ വന്ന കറക്റ്റ് ദിവസമാണല്ലോ. എനിക്ക് ചമ്മന്തി കൂടുതലാണ്. അവര് ഓർഗനൈസ്ഡ് ഭയങ്കര. കുറച്ചുണ്ട് മതി. അത് കുറച്ച് കൂടി പോയില്ലേ. 2ാമത്തെ പ്രാവശ്യം എടുക്കായിരുന്നു. ചോറ് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ഒരു പ്രത്യേക ഒരു പ്രാന്താണെന്നല്ലേ. എനിക്ക് ആദ്യം എത്ര മതി, പിന്നെ ഞാൻ എടുത്തോളാം. കപ്പ മലബാറുകാർക്ക് അറിയില്ല കപ്പ. അതിനെന്താ പറയുന്ന അവിടെ? കപ്പയില്ല. കപ്പ ഇല്ലേ? കപ്പ ഉണ്ട്. ഇതെന്തോ ചമ്മന്തിയാ. അങ്ങനെ സെറ്റപ്പ് ആയിരിക്കുകയാണ് ഗൈസ്. ഇവിടെ എല്ലാവരും തിന്നും തുടങ്ങി. എങ്ങനെയുണ്ട് ഫുഡ്? കിടിലം. ആസന എങ്ങനെയുണ്ട് ഫുഡ്? ചെമ്മീഞ്ഞാറ് മതി. ആസന എന്താണ്? സൂപ്പറാ. അത് കേട്ടാ മതി. നമ്മൾ വിളിച്ചോണ്ട് വരുന്ന സ്ഥലങ്ങളൊക്കെ അടിപൊളിയാണ്. എന്താ ഗ്രേവി വേണോ? ഓ ഇതാണ് അവരുടെ സ്പെഷ്യൽ ഫിഷ് ഗ്രേവി. ഹെൽത്തി. ആ എനിക്ക് വെച്ചോ ഫിഷ്. വേറെ ഏതാ ഗ്രേവി ഉള്ള? അത് വെച്ചു. രണ്ടും ട്രൈ ചെയ്യാം. അപ്പൊ ഗൈസ് പ്രോൺസിന്റെ ഒരു ഗ്രേവി ഉണ്ട്, ഫിഷിന്റെ ഒരു ഗ്രേവി ഉണ്ട്. ഞാൻ പപ്പടം കിട്ടിയിരിക്കുകയാണ് ഗൈസ്. എല്ലാം കീടും സെറ്റപ്പ് കേട്ടാ. ഒരു രക്ഷയല്ല. ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട് ഇത്രയും തിരക്കിന്റെ ഇടയിലും. ദാറ്റ് ഈസ് ദെയർ USP. എങ്ങനെയുണ്ട് വേണ്ടി? സെറ്റല്ലേ? അപ്പൊ ശരി ഗൈസ്, കഴിച്ചിട്ട് വരാം. ഫുഡൊക്കെ എന്തായാലും അടിപൊളിയാണ്. ഏറ്റവും ഇഷ്ടപ്പെട്ട ഏതാ അസലേ? എല്ലാം ഇഷ്ടപ്പെട്ടാ ഗൈസ്? ഇതാണ് ഒറ്റയടിക്ക് ഫാൻ ആക്കിയില്ല നമ്മള്. ചമ്മന്തി വരെ വേറെ ഇഷ്ടപ്പെട്ട? നീ പ്രോൺസ് കഴിക്കൂലല്ലേ? വെരി ബാഡ്. ഒരു രക്ഷയില്ലാത്ത സാധനം. ഈ മീൻ ഒരു രക്ഷയില്ലട്ടാ. കാന്താരി ഇതോ തിലോപ്പിയ ഇതെന്താ കാളാഞ്ചി കാന്താരി മസാല. ഈ പ്രോൺസ് ഒക്കെ വേറെ അടിപൊളി. ഒരു രക്ഷയില്ല. എനിക്കെല്ലാം ഇഷ്ടപ്പെട്ട ഗൈസ്. കഴിച്ചിട്ട് വരാം. ഓക്കെ ബാ പോവാ. പിന്നെ ഗൈസ് നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് കാർത്തിയാനിയിൽ നിന്ന് ഇറങ്ങുകയാണ്. ഷാസിന് എന്തോ ഗിഫ്റ്റ് ഉണ്ടെന്നാണ് പറയുന്നത്. ഇത് യാസറിന്റെ പരിചയക്കാരാ? നമ്മളെ നാട്ടുകാരെ എന്തോ ഗിഫ്റ്റ് കൊണ്ടുവന്നു കഴിഞ്ഞ പയ്യന്മാരാണ്. എന്താണ് സാധനം? നോക്കട്ടെ. ടെക്കികൾക്ക് ടെക്കി വേസ്റ്റ് വെച്ചിട്ട് എന്താ സാധനം? ഓ മൈ ഗോഡ്, കൊള്ളാല്ലേ? നൈസ് വെറൈറ്റി അല്ലേ? കാണിച്ചേ. ഓ അടിപൊളി കേട്ടാ. സൂപ്പർ സാധനം. തൃശ്ശൂർ വന്നാ ഇത് തരാൻ വേണ്ടി എന്റെ വീടിന്റെ അവിടെ ഹാപ്പി ആയി. കൊള്ളാം.
നമുക്കാരും തരാനില്ലല്ലോ എന്നാണ് എൻ്റെ ഒരു ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ഉണ്ടായിക്കൊണ്ട് വേണ്ട, ഞാൻ അങ്ങനെ പറഞ്ഞ് വാങ്ങിക്കുന്നില്ല ഗൈസ്. എന്തെങ്കിലുമൊക്കെ അതേപോലെ ആവുമ്പോൾ ഒരു പയ്യന്മാരുടെ സ്കിൽസ് ഉണ്ടല്ലേ, ഒരു രക്ഷയില്ല. അപ്പൊ അങ്ങനെ ഗൈസ് നമ്മൾ ഫുഡൊക്കെ അടിച്ചു. ഇവിടെ നിന്ന് നേരെ വീട്ടിൽ പോകാനുള്ള പരിപാടിയാണ്. ലെറ്റ്സ് സീ. നല്ല ഫുഡായിരുന്നു ഗൈസ്, ആസ് ഓൾവേസ്. തിരക്ക് നമ്മളിങ്ങനെ ഇത്രയും വെയിറ്റ് ചെയ്തതിന് എന്തുകൊണ്ടും വേർത്താണ് കാത്യാനിയിൽ. ലെറ്റ്സ് സീ. അങ്ങനെ കിട്ടിയിരിക്കുകയാണ്. സൂപ്പർ സാധനം, അടിപൊളി. അതിനൊന്നും ഡ്യൂട്ടി അടക്കിയൊന്നുമില്ല. കപ്പാസിറ്റർ 4 ശരി ഗായ്സ്, അപ്പൊ നമ്മൾ വീട്ടിൽ പോട്ടെ. ബൈ. ചാസ് പറഞ്ഞ ഇവിടെ അജ്മൽ പെർഫ്യൂമിൽ ബ്ലൂ എന്ന് പറഞ്ഞ ഒരു പെർഫ്യൂം ഉണ്ട്, ഭയങ്കര കിടിലോ. സൈഫ് അലി ഖാനൊക്കെയാണ് പ്രൊമോഷൻ. അപ്പൊ എന്തായാലും കയറി ഒന്ന് നോക്കിയിട്ട് വരാം ഗൈസ്. നല്ല മണമല്ലേ? എനിക്ക് പക്ഷേ മറ്റേത് ഇഷ്ടപ്പെട്ടു. ഞാനിപ്പോ ഒത്തിരി സ്ട്രോങ് പെർഫ്യൂം യൂസ് ചെയ്യുന്നുണ്ട്. എനിക്ക് ഇത് മതി. ഏക്കാ എനിക്കത് നിനക്കാ ധോനല്ലോ. ഇതും കൊള്ളാം കേട്ടാ. അപ്പൊ ഈ സാധനം വാങ്ങിച്ചു. ഇത് രണ്ടും ലാസ്റ്റ് പീസാണ്. ഇത് രണ്ടെണ്ണം അരിസ്റ്റോക്രാറ്റ്. കുറച്ച് അത്യാവശ്യം നല്ലൊരു സ്ട്രോങ് സ്മെല്ലാണ്. കൊള്ളാം. സൈഫ് അലി ഖാന്റെ ഫേവറേറ്റ് പെർഫ്യൂമാണ്. അതൊക്കെയാണ് ഇഷ്ടം. കൊള്ളാം ഗൈസ്, നല്ല മണമുള്ള പെർഫ്യൂംസ്. കുറച്ചൊരു കുറവുണ്ട്, ഭയങ്കര ഫ്രൂട്ടി അല്ലേ. കൊള്ളാം അല്ലേ? ബിസ്ക്കറ്റിന്റെ ഒക്കെ മണം. ഊദ് കാ സ്മെൽ കസക്തെ. അതോടെ ഊദ് എന്ന് പറഞ്ഞിരിക്കുന്നു. ഞാൻ കുറച്ച് സ്ട്രോങ് സ്മെല്ലാണ് പഠിക്കുന്നത്. ഭയങ്കര സ്ട്രോങ്. തലയൊക്കെ കിറങ്ങിപ്പോയി. അങ്ങനെ ഗൈസ് 3 പെർഫ്യൂം വാങ്ങിച്ചിരിക്കുകയാണ്. സ്കൈലൈൻ ഈസ് ഹിയർ ഗൈസ്. ടെസ്റ്റർ ദേദോ. ടെസ്റ്ററുണ്ടോ? ഓ, ഇത് ഭയങ്കര ഫ്രഷ്. ചെറിയൊരു കൊള്ളാം. എനിക്ക് മറ്റേ ഇഷ്ടപ്പെട്ടു. ഓ ജോ ഹംനെ ലിയാ ഓ അച്ഛാ ഇസേ. ये थोड़ा ഫ്രഷ് है. ഫ്രഷ് അത് കൊള്ളാം ഗൈസ്. ഫ്രഷ് സ്മെല്ലാണ് ബ്ലൂ എന്ന് പറയുന്നത്. അപ്പോൾ അത് ഇഷ്ടമുള്ളവർക്ക് ബ്ലൂ എടുക്കാം. ഇല്ലെങ്കിൽ നമ്മളെടുത്ത അരിസ്റ്റോക്രാറ്റ് അത് കൊള്ളാം, അടിപൊളി. അത്യാവശ്യം ഒത്തിരി സ്ട്രോങ് ആൻഡ് വുഡി സ്മെല്ലാണ്. അപ്പം അങ്ങനെ എടുത്തിരിക്കുകയാണ്. അപ്പം ശരി ഗൈസ്, നമ്മൾ വീട്ടിൽ പോകുന്നു. സ്കൈലൈൻ പിള്ളേർ നേരെ വീട്ടിലോട്ടാണെന്ന് തോന്നുന്നു. എവിടെയാ? വീട്ടിലോട്ടാണോ? നാ വീട്ടിൽ കാണാം. ബൈ. ഓക്കെ ഗൈസ്, നമ്മൾ വീട്ടിൽ പോട്ടെ. കൊള്ളാം, നല്ല ഫ്രഷ് മണം. അപ്പൊ എന്തായാലും ഒരു അജ്മൽ പെർഫ്യൂമിൽ നിന്ന് ആദ്യമായിട്ട് ഒരു പെർഫ്യൂം വാങ്ങിച്ചേക്കാണ്. കൊള്ളാൻ നല്ല നല്ല സ്ട്രോങ് മണം. ഞാൻ വാങ്ങിച്ചത് ലാസ്റ്റ് ചെയ്യോ ഇല്ല എന്നുള്ളത് അറിഞ്ഞൂടാ, പക്ഷെ ടൈപ്പ് വളരെ കുറവാണ് കിട്ടുന്നത്. നല്ലത്. ഇത് നാട്ടിലെ ബ്രാൻഡാണ്, ദുബായ് ബ്രാൻഡാണ്. എനിക്കും അറിഞ്ഞൂടാ. അപ്പൊ എന്തായാലും കൊള്ളാം ഗൈസ്, നല്ലൊരു പെർഫ്യൂമും കിട്ടി. വീട്ടിൽ പോയിട്ട് വരാം ഗൈസ്. ബൈ ഗൈസ്. ഇതാണ് കാർത്യാനിയുടെ ബില്ല്. പ്രോൺസിന് 450 രൂപ ഒരെണ്ണം, ടൈഗർ പ്രോൺസിന്റെ. നമ്മൾ 2 പറഞ്ഞു. പ്രോൺസ് ഫ്രൈ 250, നെമ്മീന് 2 പറഞ്ഞത് 600 വെച്ചിട്ട്. ആ കാന്താരി ഫിഷാണ് 1000 രൂപ. മൊത്തത്തില് ഓൺലി 4154. അവിടെ കയറി കഴിഞ്ഞാൽ ഇത്രയെങ്കിലും മിനിമം ഉണ്ടാവും ഗൈസ്. ഓക്കെ ഗൈസ്, നമ്മൾ വീട്ടിലെത്തിയിരിക്കുകയാണ്. അവനും ഉണ്ട്. അപ്പൊ കാർത്തി വന്നിട്ടുണ്ടെന്നാണ് കേട്ടത്. അപ്പം അവന് കണ്ടൊരു ഹായ് പറഞ്ഞിട്ട് വരാം ഗൈസ്. ലെറ്റ്സ് സീ. ഓ, അവിടെ ബഹളമൊക്കെ ഉണ്ട്, നോക്കിട്ട് വരാം. ബൈ. ഓക്കെ ഗൈസ്, വന്നിട്ടേ. എവിടെയാണ് വന്നിരിക്കുകയാണ്. ഓ മൈ ഗോഡ്. ഗൈസ് സുഖമാണോ? സുഖം. ഓ മൈ ഗോഡ്, അങ്ങനെ വന്നിരിക്കുകയാണ്. എന്റെ സന്തത സഹചാരികൾ വന്നിരിക്കുകയാണ്. അല്ല എന്തൊന്നുമില്ല, നീ ഇവിടെ ഉള്ളപ്പോ നിങ്ങളോടെയല്ലേ ഞാൻ വരുന്നത്. പക്ഷെ അങ്ങനെ ട്രാവൽ കഴിച്ച് എനിക്ക് കുറച്ച് പാടാണ്. ഇവര് പക്ഷെ ഞാൻ കുറച്ച് കംഫർട്ട് ട്രാവലറാണ്. OCD സംഭവങ്ങളെല്ലാം ഉണ്ട് എനിക്ക്. ചുമ്മാ അങ്ങ് പോയി കഴിഞ്ഞാൽ ഞാൻ പെട്ടു. ബാംഗ്ലൂർ ആദ്യത്തെ ദിവസം പെട്ടുമല്ല, അത് നടക്കൂല കേസ്. എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ സംഭവം? എന്താണ് അടുത്ത പരിപാടി? വ്ളോഗിൽ പറയാനുള്ള വല്ല സെറ്റപ്പ് ആണോ, അതോ നിങ്ങൾ രഹസ്യമായിട്ടോ? ആണോ, അത് പബ്ലിക് ആയിക്കാ, സെറ്റ് ആയിക്കാ? ആണാ? ഇല്ലേ, ഇത് നാളെ ഇടും. അല്ല, അപ്പൊ അത് ഞാൻ അവിടെ വെച്ച് കട്ട്, കുഴപ്പമില്ല. ഓക്കെ ഗൈസ്, ഞാൻ നിങ്ങളെ എന്റെ കാണിക്കാൻ വേണ്ടിയാടാ. അവിടെ തന്നെ ഇല്ല, ഇതിൽ അഭിനയൊന്നുമില്ല. ഇത് ഭയങ്കര നാച്ചുറൽ വ്ളോഗാണ് ഗൈസ്. ഇത് ഷാസിന്റെ സന്തത സഹചാരികളായ കൂട്ടുകാർ, ബെസ്റ്റീസ് ആണ്. അഖിലും ധനുഷും ഷാസും. ഇവർ ഭയങ്കര കമ്പനികളാണ് കേട്ടാ. തന്നെ ഇവരാണ് മറ്റേ ഉത്തമ കൂട്ടുകാരുടെ യഥാർത്ഥ. അധികം ഒന്നും വെള്ളം കാണലും പേടിക്കലൊന്നുമില്ല, പക്ഷെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കമ്പനിയാണ്. അതാണ്. അങ്ങനെയൊന്നുമല്ല, ഇല്ല, ഇടയ്ക്കിടയ്ക്ക് കാണാം. എനിക്ക് അങ്ങനെയല്ല. എന്റെ കൂട്ടുകാരൊക്കെ എന്നെ കണ്ടില്ലെങ്കിൽ അപ്പൊ കട്ട് ചെയ്ത് വിടും. അതാണ് എന്റെ സെറ്റപ്പ് കേസ്.
3 കൊല്ലമായാണ്. നിന്നെ കണ്ടില്ലല്ലേ? ലാസ്റ്റ് നിന്നെ കണ്ടില്ലേ? ഇവരൊക്കെ ഭയങ്കര ബിസി ആൾക്കാരുണ്ടായ രണ്ട് ഇവയിലെ ഹെഡ് എന്താ ചെയ്യുമെന്ന് എനിക്ക് അറിയാട്ടാ. അമേരിക്കൻ ജംഗ്ഷൻ അതാണ്. ടാക്സ് കേട്ടപ്പോ യാസറിന്റെ ഒരു ക്യൂരിയോസിറ്റി എല്ലാം നെഗറ്റീവ്. ഡേയ് കണ്ട് അവൻ തന്നെ എല്ലാം നശീകരണം. ഗൈസ് കുപ്പി പൊട്ടിച്ച വ്ളോഗ്. എടാ കാല് ചൂസിയാണ്. എടാ ഒരു ഗ്ലാസിനെ തന്നെ ഇല്ലാതാക്കി കളഞ്ഞല്ലോടാ നീ. ഗൈസ് കാർത്തിക് സൂര്യ ഈസ് എ ടോം ആൻഡ് ജെറി നമ്മളെ വീട്ടിൽ വന്ന് ഗ്ലാസ് ഒക്കെ തള്ളിയിട്ട് പൊട്ടിച്ചു. അത് ബ്ലോഗിൽ കിട്ടി. ഇത് ഞാൻ ഇപ്പൊ കാണിക്കുന്നുള്ളതാണ്. ഏതെങ്കിലും ഒരു ബ്ലോഗിൽ ഇത് വരും ഗൈസ്. ഞാൻ ഇത് ആഡ് ചെയ്യുന്നതായിരിക്കും. ഇത് എന്താണ് സംഭവിച്ചതെന്ന് ഞാൻ പറയൂല. ബൈ ഗൈസ്. ഗൈസ് സരി കറിക്കോ സനിക്ക് പറ്റൂ. സനിക്ക് പറ്റും. അതെ Come on, Sunny, you can do it. സനി ഇത്രയും ആൾക്കാർ നിൽക്കുന്നതിൽ ഇങ്ങനെ ഒരു സാധനം ചെയ്യുകയാണ്. ഇതൊക്കെ സനിയൊന്നും ഒരിക്കലും ചെയ്യില്ല. ഗൈസ് ഒരു തംബ്നെയിൽ എടുക്കുന്ന പരിപാടിയാണ് ഈ കണ്ടോണ്ടിരിക്കുന്നത് കേട്ടോ. അയ്യോ വർഷ വീണ്. Oh, proud of you, Sari. Proud of you. അയ്യോ ഫോട്ടോഗ്രാഫർ എന്ന നിലയിൽ പല മേഖലകളും എക്സ്പ്ലോർ ചെയ്തോണ്ടിരിക്കുക. അതെ കൊള്ളാം. അങ്ങനെ ഗൈസ് നമ്മൾ ഡിസ്ട്രിക്ട് 7 വന്നിരിക്കുകയാണ് ഡിന്നർ അടിക്കാൻ. എത്ത സോനു ആൻഡ് ഷാസ് അലിയോലു അടിക്കുന്നുണ്ട്, യമനി ചിക്കൻ അടിക്കുന്നുണ്ട്. ഞാൻ ഒരു യാങ്ചോ നൂഡിൽസ് ആണ് അടിക്കുന്നത് ഗൈസ്. മൈക്ക് ഞാൻ കാറി വെച്ച് മറന്നുകൊണ്ട് സൗണ്ട് എനിക്ക് അറിഞ്ഞൂടെ എന്താണ് സീനെന്ന്. ഇത് കഴിഞ്ഞിട്ട് വരാം ഗൈസ്. അങ്ങനെ നമ്മൾ ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഡിസ്ട്രിക്ട് 7 നിന്ന് ഫുഡ് ഓടിച്ച്. ബിക്കോസ് നേരത്തെ സമയമൊന്ന് പറയൂ. ഇപ്പം എത്ര മണിയായി? മണി 12:50 കാണുക പറ്റും. കാണാതെ ഞാൻ ഉറങ്ങിയാണ് ആക്ച്വലി. 12:50 അവൻ ഉറങ്ങുന്നു. അവൻ ഓഫീസിൽ എത്തി. അപ്പം ഗൈസ് നാളെ അല്ല ഇന്ന് സത്യം പറഞ്ഞാൽ നേരത്തെ തീരാളായിരുന്നു. പക്ഷെ ഉമ്മാക്ക് വയ്യാതെ നമ്മൾ ആശുപത്രി പോയായിരുന്നു ഗൈസ്. ഹെൽത്ത് കൊണ്ടുവന്ന് ഡ്രിപ്പൊക്കെ ഇട്ടിട്ടാണ്. ഇപ്പം ഫുഡ് അടിക്കാൻ ലേറ്റ് ആയപ്പോൾ നേരെ ഇങ്ങ് വന്ന് ഡിസ്ട്രിക്ട് 7 മാത്രമേ 2 മണി വരെ തുറന്നിരിപ്പുള്ളൂ. സോ കഴിച്ചു ഗൈസ്. നമ്മൾ ഇനി അവനെ കൊണ്ടൊന്ന് ഉറക്കണം. അവന് നാളെ ജോലിക്ക് പോകണം. അപ്പം അങ്ങനത്തെ കുറേ പരിപാടികൾ. ബൈ ഗൈസ്. എല്ലാവരും ബൈ പറയൂ ഗൈസ്. ടേക്ക് കെയർ. ടാറ്റ.